രമേശ് ചെന്നിത്തല ഇന്നലെ സീൽപ്പിൽ പങ്കെടുത്തില്ല, അദ്ദേഹം പരിഭവിച്ചിരിക്കുകയാണ്. എന്താണ് ഹൈക്കമാൻഡ് നടത്തുന്ന ഇടപെടൽ? താങ്കൾ ആരെയൊക്കെ കാണും? അല്ല, അതിനകത്ത് വളരെ സ്മൂത്തായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം അംഗീകരിക്കുന്ന അച്ചടക്കമുള്ള നേതാക്കളാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം. രമേശ് ചെന്നിത്തലയുമായിട്ട് സംസാരിച്ചിരുന്നു, പിന്നെ നിയുക്ത മുഖ്യമന്ത്രിയും അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ രമ്യമായി പരിഹരിക്കപ്പെടും. ഞാൻ ഇന്നലെ അതെല്ലാം പറഞ്ഞെന്നില്ലേ നിങ്ങളോട്? ഇന്നലെ എന്നെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഒരു അന്തിമ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം അംഗീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഓരോ പാർട്ടി പ്രവർത്തകന്റെ ഉത്തരവാദിത്വം. അത് ശിരസാ വഹിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് ആ കാര്യമൊക്കെ തന്നെ ഇനി ചർച്ച ചെയ്യേണ്ട. അല്ല, അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കുമല്ലോ. അതിനുള്ള നല്ല ടീം ഇവിടെ ഉണ്ടല്ലോ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇല്ല, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ആരെയൊക്കെ കാണണമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. അതൊക്കെ പിന്നെ വൈകിയ തീരുമാനിക്കും. അല്ല, അത്തരം കാര്യങ്ങൾ നിയുക്ത മുഖ്യമന്ത്രിയും KPC പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. അവരുടെ ആളുകളൊക്കെ ആയിട്ട് തീരുമാനിക്കും. ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അന്നേരം അത്തരം കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങൾക്ക് ഇതുവരെ ഒരുപാട് പിച്ച് ചീന്തിയില്ലേ? മതിയായില്ലേ? ഇനി ബാക്കിയൊന്നും ഇല്ലല്ലോ. പിച്ച് ചീന്താൻ പറ്റുന്ന മുഴുവൻ ചീന്തി കഴിഞ്ഞില്ലേ? അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇനിയെങ്കിലും ഇവിടെ ഒരു ഗവൺമെന്റ് വന്നു, നല്ലൊരു ഗവൺമെന്റ്, ജനങ്ങൾക്കാണെങ്കിൽ നല്ല പ്രതീക്ഷ. ആ പ്രതീക്ഷകൾക്കനുസരിച്ച് ഗവൺമെന്റിന് പോകാൻ അവസരം കൊടുക്കുക, മറ്റ് വിവാദങ്ങളിലേക്ക് തൽക്കാലം പോകാതിരിക്കുക. ഞാൻ ഇന്നലെയൊക്കെ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ് KC പക്ഷം. ഇവിടെ അങ്ങനത്തെ പക്ഷമൊന്നും വേണ്ട. നല്ല മന്ത്രിമാരുണ്ടാകും. കേപ്പബിളായിട്ടുള്ള കോൺഗ്രസിന്റെ ഏറ്റവും കേപ്പബിളായിട്ടുള്ള MLA-മാരാണ് ജയിച്ചു വന്നിരിക്കുന്നത്. അതൊന്നും കേപ്പബിലിറ്റി നോക്കി, അർഹത നോക്കി, മാനദണ്ഡങ്ങൾ നോക്കി നല്ല മന്ത്രിമാരുണ്ടാകും. അവർ കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് മുന്നോട്ട് പോകും. ആ പ്രതീക്ഷയാണ് ഇനി നമ്മൾ വെച്ചു പുലർത്തേണ്ടത്. ആ പ്രതീക്ഷയ്ക്കുള്ള പിന്തുണയാണ് നമ്മൾ ഈ ഗവൺമെന്റ് കൊടുക്കേണ്ടത്. അതിൽ ഞങ്ങളെല്ലാം പ്രതിജ്ഞാബദ്ധമാണ്. അതിനിടയിലാണ് ഞാൻ പറയുന്നത്, ഇത്തരം ചർച്ചകൾ ചീന്താനില്ലടത്ത ചീന്തി എടുത്തില്ലേ? ഇനിയും വേണോ? അല്ല, അങ്ങനെയല്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാണ്. KPC പ്രസിഡന്റ് KC പക്ഷമാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലേ? അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളുടെ പാർട്ടിക്ക് നല്ല സൗന്ദര്യമുള്ള പാർട്ടിയാണ്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് നമ്മളിവിടെ അവസാനിപ്പിക്കുക, സർക്കാരിന് നല്ല പിന്തുണ കൊടുക്കുക. ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുണ്ട്. ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അതനുസരിച്ച് സർക്കാർ മുന്നോട്ട് പോട്ടെ. What you mean by me? No, you don't know about me, brother. Yesterday I told what was my utmost desire? Die as a congressman. Okay. Sir, as a supporter, you are having a lot of supporters. How do you see the VD suggestion? No, I think yesterday I already clarified everything. Without any suspicion, I clarified everything. That's all. We Congress party will stand together. UDF will stand together. We will have to give a good governance to the people of Kerala. Also, Ramesh Chennathala is also not happy with the decision which is being everything will be okay. I told him in Malayalam. I told that everything will be okay.